ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്. ഫീഡിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിയുമ്പോൾ മാസ്റ്റൈറ്റിസ് പോലത്തെയുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ആങ്സൈറ്റി ഇതിനൊക്കെ കാരണമാകും. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന് തന്നെ പല പൊസിഷൻ ഉണ്ട്. ഇത് പലപ്പോഴും പ്രസവം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഒരു അമ്മ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ കുട്ടീനെ പിടിക്കാൻ പറ്റുന്നത് പാല് കൊടുക്കാനായിട്ട്? ഫസ്റ്റ് പൊസിഷൻ ആണ് ക്രേഡിൽ പൊസിഷൻ. അതിൽ നമ്മൾ കുട്ടീനെ ഫോർ ആമിന്റെ ഫോൾഡിൽ വെച്ചിട്ട് കുട്ടിയുടെ ബട്ടക്സ് നമ്മളുടെ ആംസിൽ ഹോൾഡ് ചെയ്തിട്ട് വേണം കുട്ടീനെ പിടിക്കാനായിട്ട്. ബോഡി ഫുള്ളായിട്ട് ടേൺ ചെയ്യണം, കുട്ടിയുടെ കഴുത്ത് മാത്രമല്ല. എന്നിട്ട് വേണം പാല് കൊടുക്കാൻ. ഇതാണ് ക്രാഡിൽ പൊസിഷൻ. ഇതേപോലെ തന്നെ എളുപ്പമുള്ളതാണ് ക്രോസ് ക്രാഡിൽ പൊസിഷൻ. ഇത് കുട്ടിയുടെ തല നമ്മൾ നമ്മുടെ കൈപ്പത്തിയിൽ നമ്മൾ വെക്കുന്നു. ഫോർ ആംസ് ഉപയോഗിച്ച് കുട്ടിയുടെ ഫുൾ ബോഡി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പൊസിഷൻ ആണ് ലേഡ് ബാക്ക് പൊസിഷൻ. ലേഡ് ബാക്ക് പൊസിഷൻ സിസേറിയൻ ചെയ്ത അമ്മമാർക്കും അതുപോലെ തന്നെ കുറച്ച് ഹെവി ബ്രസ്റ്റഡ് ആയിട്ടുള്ള അമ്മമാർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. മിൽക്ക് ഫ്ലോ കൂടുതലുള്ള സ്ത്രീകളുണ്ടാവും, അവർക്കും ഈ ലേഡ് ബാക്ക് പൊസിഷൻ നല്ലതാണ്. അതിൽ കുട്ടീനെ നെഞ്ചത്ത് കിടത്തിയിട്ട് ഒരു സൈഡിലോട്ട് ഹെഡ് ടിൽറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീഡിങ് പൊസിഷൻ ആണ് ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയും. ഇതും സിസേറിയൻ കഴിഞ്ഞ അമ്മമാർക്ക് വയറുവേദന ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്ക് കുട്ടികളെ ഫീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ കുട്ടീനെ സൈഡിലാണ് വെക്കുന്നത്, നമ്മുടെ ഫ്രണ്ടിലല്ല. കുട്ടിയുടെ ബോഡി ബിഹൈൻഡില് പില്ലോയുടെ മുകളിലും കുട്ടിയുടെ ഫേസ് മാത്രം നമ്മളുടെ ഫ്രണ്ടിൽ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ കൈവച്ച് ഹെഡ് സപ്പോർട്ട് ചെയ്യുക, ഫീഡ് ചെയ്യുക. ഇതാണ് ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയുന്നത്. കുട്ടീനെ ഫീഡ് ചെയ്യുമ്പോൾ ലാച്ചിങ് പൊസിഷനിൽ കുട്ടിയുടെ ലിപ്സ് ഇവേർട്ടഡ് ആയിട്ട്, അതായത് മലർന്ന ചുണ്ടിരിക്കാനും, മൂക്ക് ബ്രസ്റ്റിൽ ടച്ച് ചെയ്യരുത്, എന്നാൽ ചിന്ന് ബ്രസ്റ്റിന്റെ അടിഭാഗത്ത് ടച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതാണ് ഗുഡ് ലാച്ചിങ് പൊസിഷൻ. ഫീഡ് ചെയ്യുമ്പോൾ സൗണ്ടുകൾ ഉണ്ടാവരുത്. ക്ലിക്കിംഗ് സൗണ്ട് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാവരുത്. ഇതാണ് ഒരു കറക്റ്റ് പൊസിഷൻ ഫോർ ഫീഡിങ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. ലിപ് ടൈ ഉണ്ടോ, ടങ് ടൈ ഉണ്ടോ കുട്ടിക്ക് എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക.